ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും കുറേ നാളായി ഞാൻ ചെയ്യാതിരുന്ന വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഇപ്പം ഞാൻ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് ഇപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്നെ കൊണ്ടാക്കാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അത് എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ എയർപോർട്ടിലെത്തി. വിഷമമുണ്ടോ? ഇവിടെ തിരിഞ്ഞിരിക്കാതെ കാണാം. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. ഞങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫ്ലൈറ്റ്സ് കയറി ഇറങ്ങണം. ഇതെൻ്റെ ഫ്രണ്ട്സ് ആണ്. ആൻഡ് യാത്ര ചോദിക്കുന്നു. ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ എനിക്ക് പോകാൻ ടൈമായി. എന്നെ യാത്രയാക്കുന്നു ഗായ്സ്. ഞാൻ 3 വർഷത്തിന് ശേഷം നാട്ടിൽ നിന്ന് പോവുകയാണ്. ഹലോ ഗൈസ്, അപ്പം വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടുന്ന് അബുദാബി ഇറങ്ങിയിട്ട് അബുദാബിയിൽ നിന്ന് ആംസ്റ്റർഡാം പോവും, അവിടുന്ന് നമ്മുടെ സ്ഥലത്തേക്ക്. സോ അവിടെ എത്തിയിട്ട് ഫ്ലൈറ്റിൽ കയറി. ഇതാണ് ചിക്കൻ ബിരിയാണി എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഗൈസ് എന്നെ ഒളിഞ്ഞ് നോക്കുന്നേ കണ്ടോ സൈഡിൽ കൂടെ. എന്ത് ജീവിന്ന് എഴുതി കാണൂല്ലേ. ഞാനിപ്പോൾ അബുദാബിയിലെത്തി. ഫ്ലൈറ്റ് ഇറങ്ങി അപ്പോഴേക്കും എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് എനിക്ക് ഷവർമ കഴിക്കണമെന്നായിരുന്നു. KFC ഒക്കെ അവിടെ ചെന്ന് കഴിക്കാമല്ലോ. അതുകൊണ്ട് ഞാനൊരു ഷവർമ കഴിച്ചു. അറബിക് ഷവർമയും ഒരു മാംഗോ ജ്യൂസും മേടിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ നടക്കുന്നു. എനിക്ക് ഇഗ്നോർ മൈ ഹെയർ, ഭയങ്കര കാറ്റുണ്ട്. ഞാൻ തിരിച്ച് നടക്കുക. ഞാൻ ഇനിയിപ്പോൾ എയർപോർട്ടിൽ പോകണം. അവിടുന്ന് രാവിലെ എണീറ്റ് ആംസ്റ്റർഡാം പോകണം. എനിക്ക് പോകണ്ട, സത്യം പറഞ്ഞാൽ ഇപ്പം ആലോചിക്കുന്നു വേണ്ടായിരുന്നു ഗ്യാസ്. പക്ഷെ എന്താ വെച്ചാൽ പോയാലേ പറ്റൂ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. എത്തിഹാദ് ഫ്ലൈറ്റ് ആയിരുന്നു എനിക്ക്. സോ കണ്ടോ എല്ലാവരും കയറി ഇരിക്കുകയായിരുന്നു. മറ്റു തിന്നെങ്കിലും പോലത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. ആൻഡ് ഇതായിരുന്നു ഫുഡ്. ഞാൻ അങ്ങനെ നോർമലി ഫ്ലൈറ്റിൽ കയറിയൊന്നും കഴിക്കത്തില്ല. പക്ഷേ എല്ലാം ഞാൻ സമയം എടുത്ത് പയ്യെ കുത്തിയിരുന്ന് കഴിച്ചു ഗൈസ്. ഇതിലെ പൊടിയൊരു കഞ്ഞിയുടെ അരിയും കുറച്ച് സാലഡ്. ഞാൻ പച്ചക്കറി കഴിക്കാത്ത കൂട്ടത്തില്ല, പക്ഷെ ഞാൻ അതും കഴിച്ചു. പാസ്ത ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം എത്തിയല്ലോ. ഇതാണ് കാഴ്ച. സൈഡ് സീറ്റ് കിട്ടിയില്ല, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു ഗൈസ് നിങ്ങൾക്ക് കാണാൻ. ഇനി ലഗേജൊക്കെ എടുത്ത് താഴെ എയർപോർട്ടിൽ പോയി അവിടുന്ന് നമ്മൾ ഓടിച്ചാടി അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം ടു ടീ സൈഡ്. ഞാൻ ടീ സൈഡിലാണ്. അപ്പം ഞാൻ ഇരുന്നു. 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. സ്കോട്ട്ലൻഡ് അല്ല ടീ സൈഡ് എത്തി. പിക്ക് ചെയ്യാൻ ആൾ വന്നു. ഞങ്ങൾ നേരെ ഇനി റൂമിലേക്ക് പോയി. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്.